വചനാഗ്നിയാൽ മാനവരിൽ നിറയട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ തിരുവചനാഗ്നി ധ്യാനം, അതിൽ ആ പദ്ധതിയിൽ പരിപാടിയിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് സംബന്ധിക്കുവാൻ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ക്രൂശ് വഹിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സ്മരണ പുതുക്കുന്ന കാലയളവാണ് ഇത്. അന്ന് ജീവിച്ചിരുന്ന അനേകർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷനായി. മാളിക മുകളിൽ ധ്യാനത്തിലിരുന്നവർക്ക് ശിഷ്യന്മാർ അവരുടെ ജോലിയിലേക്ക് തിരിച്ചു പോയിട്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവർക്ക്, എമൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്, അങ്ങനെയുള്ള അനേകർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷനായി. നാം ഇപ്പോൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് നമ്മുടെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? പ്രത്യക്ഷപ്പെട്ടുവോ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഹൃദയപൂർവമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? അതായത് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയോ? ഇതാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം. മത്തായി എഴുതിയ ശുദ്ധമുള്ള സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, ദൈവത്തെ കണ്ടെത്തുവാൻ ഉള്ള പദ്ധതി, വഴി കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വെളിപാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരൊക്കെ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കയറും, അവരോടൊപ്പം അത്താഴം കഴിക്കും, അവരോടൊപ്പം വസിക്കും. നമ്മൾ സങ്കീർത്തനത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അതിൻ്റെ 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നേരുള്ളവൻ അവൻ്റെ മുഖം കാണും, നേരുള്ളവൻ ദൈവമുഖം ദർശിക്കും. ഇപ്രകാരം ഉള്ള തിരുവചനം നമ്മുടെ മുൻപിലുണ്ട്. നാം വിശ്വാസത്തിൽ ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. ആ ഓരോ വ്യക്തിക്കും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഉള്ള പദ്ധതി, വഴി വ്യക്തമായിട്ടിപ്പോൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇനി എന്താണ് ഈ ഹൃദയം? മനുഷ്യ ശരീരത്തിൽ നമ്മുടെയൊക്കെ സാധാരണ അനുഭവത്തിലും അറിവിലും ഉള്ള ഒരു ഇന്ദ്രിയം ഹൃദയം. അതിന് നമ്മൾ വേറെ ഭാഷകളിൽ പ്രയോഗിക്കുന്ന പദങ്ങളാണ് ഇന്ദ്രിയം, മനസ്സാക്ഷി, മനസ്സ്, ഇങ്ങനെയുള്ള വിവിധ പദങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഈ ഹൃദയം ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ 60 ട്രില്യൺ കോശങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ അകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തു, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു മനുഷ്യ ശരീരത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്, മനുഷ്യൻ്റെ ഹൃദയമാണ്.
മനുഷ്യ ശരീരത്തെ പൂർണ്ണമായിട്ട്. H.G. വെൽസ് എന്ന് പറയുന്ന ചരിത്രകാരനും പണ്ഡിതനുമായ മനുഷ്യൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മൈൻഡ് അറ്റ് ഇറ്റ്സ് എൻഡ്. അദ്ദേഹം അതിനകത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഓപ്പൺ ഇറ്റ് ടു സീ ഫോർ അതേഴ്സ്. നിൻ്റെ ഹൃദയം നീ ഒന്ന് തുറക്ക്, അത് മറ്റുള്ളവർക്ക് കാണാൻ. അങ്ങനെ തുറക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഓപ്പൺ ഫുള്ളി ഫോർ ദ റിവാർഡ്സ് ടു ഗെറ്റ്. അത് പൂർണ്ണമായി തുറക്കുക. അപ്പോൾ നിന്നിലേക്ക് നിന്നാൽ ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം വന്ന് കയറും. അപ്പോൾ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മളാൽ ആകർഷിക്കപ്പെടുന്ന ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, തുറന്നാൽ അകത്തോട് കയറും. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തോടടുത്ത് വരിക, 4:8. അവൻ നിങ്ങളോടടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുക, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക എന്ന് തന്നെയാണ് അവിടെ പറയുക. അപ്പോൾ ഹൃദയ ശുദ്ധീകരണം തന്നെയാണ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുള്ള ഏക മാർഗം. ഹൃദയ ശുദ്ധീകരണം നടക്കുമ്പോൾ അത് വിശ്വാസം കൊണ്ട് നിറയും. ആ വിശ്വാസത്താൽ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. അപ്പോൾ ഇനി ഹൃദയത്തെ നമ്മളൊന്ന് തുറന്നാലോ? ആ ഹൃദയം തുറന്ന് അത് ശുദ്ധീകരണം നടത്തണം. ഹൃദയത്തെ നോക്കിയാൽ നമുക്കതിനകത്ത് പറയാം, മർക്കോസ് എഴുതിയ ശുദ്ധമുള്ള സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ ഹൃദയം നോക്കിയാൽ അവിടെ കാണാവുന്ന കുറേ സംഭവങ്ങൾ അക്കമിട്ടിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 10-13 അംഗങ്ങൾ. അതായത് കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അങ്ങനെ അങ്ങ് പോവും. അത് മത്തായി എഴുതിയ ശുദ്ധമുള്ള സുവിശേഷം 15-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 19-ാം വാക്യത്തിൽ ഒരു കള്ളസാക്ഷ്യവും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ പറയുന്ന ദുഷ്ടകൃത്യങ്ങൾ എല്ലാം ആരിലൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച്, അതായത് ഹൃദയം പരിശോധിച്ച്, അതായത് ശോധന ചെയ്ത് ഹൃദയം പരിശോധിച്ച് ഹൃദയത്തിൽ നിന്ന് അതെല്ലാം മാറ്റിവെക്കുക, കഴുകി വെടിപ്പാക്കുക. സങ്കീർത്തനം 34:18 വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പോൾ ഹൃദയം നുറുക്കി, ഹൃദയം കഴുകി, അശുദ്ധി കളഞ്ഞ് ഹൃദയം ദൈവ സാമീപ്യം അനുഭവിക്കാൻ തക്കവണ്ണം ആ യോഗ്യതയിൽ, വിശുദ്ധിയിൽ ആക്കി തീർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കും. അതിനകത്തൊരു കാര്യം പറയുന്ന, ഇപ്പോൾ പറഞ്ഞ നമ്മൾ ആ ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൊലപാതകം എന്നുകൂടി നമ്മൾ വായിക്കാൻ ഇടയായി. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാണ്. അത് 1 യോഹന്നാൻ്റെ വ്യക്തമായി പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ. അപ്പോൾ ഇത്രമാത്രം കാഠിന്യമുള്ള പാപം നിറഞ്ഞ ഒരവസ്ഥയിലാണ് നാം ഓരോരുത്തരുടെയും ഹൃദയം. ഈ ഹൃദയത്തിലാണ് നമ്മളൊക്കെ ഇതൊക്കെ കൂട്ടിവെച്ചിരിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ നമ്മൾ കൂട്ടിവെച്ചിട്ടുണ്ട്. ഹാമാൻ, ബൈബിളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹാമാൻ്റെ അനുഭവം അങ്ങനെയാണ്. അത്യാഗ്രഹം നമ്മൾ കൂട്ടിവെച്ചിട്ടുണ്ട്. ബൈബിളിലേക്ക് നമ്മൾ കടന്നു പോയാൽ ആഖാൻ, അത് നമുക്ക് കാണാൻ സാധിക്കും. വിടക്ക് കണ്ണ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ദാവീദിൻ്റെ പതനത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അതാണ്. ദുഷ്ടകൃത്യങ്ങൾ, അത് ശിംശോൻ്റെ പതനത്തിൻ്റെ കാരണവും അതുപോലുള്ള ദലീല എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് അവൻ ബന്ധം പുലർത്തുന്നതാണ് അവൻ്റെ നാശത്തിൻ്റെ കാരണമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത് വേദപുസ്തകത്തിൽ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ലോകജീവിതത്തിൽ നാം ഇങ്ങനെ ലോകജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മളിൽ വന്നു ചേരുന്ന ഇതുപോലുള്ള ദുഷ്ടതയും അകൃത്യവും എല്ലാം
ദൈവത്തോട് ദൈവസാമീപ്യം അനുഭവിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ ഈ അവസരങ്ങളിലെല്ലാം നാം മാറ്റിവെക്കുകയും വീണ്ടും പഴയ രീതിയിലേക്ക്, അതായത് മനുഷ്യൻ മണ്ണാണ്, മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിൽ കളകൾ മുളയ്ക്കും, കുറേ കാലം കഴിയുമ്പോൾ ആ കള പോകും, എല്ലാം ശരിയായല്ലോ എന്ന് വിചാരിച്ചിരിക്കും, വീണ്ടും കള മുളയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ആൾ ഇങ്ങനെ ജീവിക്കും, അശുദ്ധിയിൽ ജീവിക്കും, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരും, വീണ്ടും ഈ അനുഭവത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് ശ്ലീഹ വ്യക്തമായി പറയുന്നത്, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിൽ അസ്ഥിരനാകുന്നു എന്നാണ്. നമ്മുടെയൊക്കെ ഇരുമനസ്സ്, രണ്ട് മനസ്സ് ആണ് നമുക്ക് ഉള്ളത്. ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട് അതിന് വളരെ ഉദാഹരണം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്രിക്കറ്റ് കളിയിൽ താല്പര്യമുള്ള രണ്ട് കുട്ടികൾ. ഒരു കഥ സാന്ദർഭികമായിട്ട് പറഞ്ഞാൽ, ക്രിക്കറ്റ് കളിയിൽ താല്പര്യമുള്ള രണ്ട് കുട്ടികൾ അവരുടെ പിതാവ് അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ഒരു മകൻ്റെ പിതാവ് പറഞ്ഞു, നീ മാർക്കറ്റിൽ പോയി ഒരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുവരണം. അവൻ അതിന് തയ്യാറായി സജീവമായി പോയി. അവൻ്റെ അയൽവാസിയായ സഹോദരൻ അവൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, നീ മാർക്കറ്റിൽ പോയി ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ ആവശ്യമുണ്ട്, പൂച്ചക്കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് വരണം. രണ്ട് മക്കളും സജീവമായി പോയി. ഒരാൾ നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് പട്ടിക്കുഞ്ഞിനെ വാങ്ങുന്നു, മറ്റേയാൾ പൂച്ചക്കുഞ്ഞിനെ വാങ്ങുന്നു, സജീവമായി വരുന്നു. അപ്പോൾ ഒരു സഞ്ചിയിലുള്ളത് നായ്ക്കുട്ടി, മറ്റേ സഞ്ചിയിലുള്ളത് പൂച്ചക്കുട്ടി. ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നടക്കുന്നു ക്രിക്കറ്റ് കളിയിൽ താല്പര്യം കൊണ്ട കുട്ടികൾ ഈ സഞ്ചി രണ്ടും അവിടെ വയ്ക്കുന്നു, കുറച്ച് നേരം കളി കാണുന്നു. അപ്പോൾ ഈ കളി കണ്ടുകൊണ്ടിരുന്നവർക്ക് ഒരു സന്തോഷം. ഈ ഭാണ്ഡം കെട്ടുകൾ അഴിച്ചു നോക്കുന്നു. നായ്ക്കുട്ടിയെ എടുത്ത് പൂച്ചക്കുട്ടിയുടെ പാത്രത്തിലേക്കും പൂച്ചക്കുട്ടിയെ എടുത്ത് നായ്ക്കുട്ടിയുടെ പാത്രത്തിലേക്കും വയ്ക്കുന്നു. കളി കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ബന്ധപ്പാടുകൾ കഴിഞ്ഞ് കളി കഴിഞ്ഞ് നമ്മളെപ്പോലെ അവരും സഞ്ചി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ കൊണ്ടുചെന്ന് തങ്ങളുടെ മാതാപിതാക്കളെ ഭാണ്ഡം ഏൽപ്പിച്ചപ്പോൾ അതിൽ നായ്ക്കുട്ടിക്ക് പകരം പൂച്ചക്കുട്ടിയിരിക്കുന്നു, പൂച്ചക്കുട്ടിക്ക് പകരം നായ്ക്കുട്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ അവരെ വീണ്ടും തിരിച്ചയക്കുന്നു. നിങ്ങളോട് പറഞ്ഞയച്ച കാര്യമാണല്ലോ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, പോയി മാർക്കറ്റിൽ പോയി അത് കൊടുത്തിട്ട് നിർദ്ദേശിക്കപ്പെട്ട കുട്ടിയെ തന്നെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞയക്കുന്നു. അവിടെ ചെല്ലുന്നു. പോകുന്ന സമയത്തും ഈ ക്രിക്കറ്റ് കളി തീർന്നിട്ടില്ല, അത് കളി തീരില്ലല്ലോ. എടാ, ഇത്തവണ നമുക്ക് സൂക്ഷിച്ച് തന്നെ വാങ്ങണം എന്ന് വിചാരിച്ച് അവർ അല്പനേരം സഞ്ചി അവിടെ വെച്ചു, അല്പനേരം കളിക്കാൻ ഇറങ്ങി. കളി കഴിഞ്ഞു, കയറി വന്നു. അപ്പോഴും കളി കാണുന്നവരവിടെ തന്നെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്കും ഒരു തമാശ. ഈ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു, കെട്ടിവെച്ചു, പണവുമായിട്ട് ചെന്നു. അവൻ കൃഷിക്കാരൻ അവിടുത്തെ അടുക്ക ചെന്നു. അപ്പോൾ അതാ കാണുന്നു. എന്താ കാണുന്നത്? കച്ചവടക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു, എടാ പൊന്നുമക്കളെ, ഞാൻ തന്നിട്ടുള്ള കുട്ടികൾ ശരിയാണ്, അത് തന്നെയാണല്ലോ ഇതിനകത്തുള്ളത്. തിരിച്ചു വരുന്നു, ആ ഭാണ്ഡമായി തിരിച്ചു വരുന്നു. വീണ്ടും കുറച്ചുകൂടി സമയം നമുക്ക് കളിക്കാമെന്ന് വിചാരിച്ച് ഭാണ്ഡം വയ്ക്കുന്നു, കളി നടത്തുന്നു, വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഇതേ അവസ്ഥ തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ നായ്ക്കുട്ടിക്ക് പകരം പൂച്ചക്കുട്ടി, കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ പൂച്ചക്കുട്ടിക്ക് പകരം നായ്ക്കുട്ടി. പ്രിയമുള്ളവരെ, ഇപ്രകാരം ലൗകിക ബന്ധത്തിൽപ്പെട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ ഇരുമനസ്സിലുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ട് വിശ്വാസ സ്ഥിരതയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട്, ഹൃദയം വിശ്വാസ സ്ഥിരതയിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ട്, ജീവിതം ചിട്ടപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്ക് യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതിന് ഹൃദയം ശുദ്ധീകരിക്കുവാൻ, ഈ ഹൃദയം ശുദ്ധീകരിക്കണമല്ലോ, യേശു ക്രിസ്തുവിനെ കാണണമല്ലോ. അതിനെന്ത് മാർഗം? അത് എബ്രായർ ലേഖനം വ്യക്തമായിട്ട് 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തം തളിക്കണം. ഹൃദയ ശുദ്ധീകരണത്തിന് ക്രിസ്തുവിൻ്റെ രക്തം, സകല പാപവും പോക്കുന്ന രക്തം, എല്ലാ അശുദ്ധിയും മാറ്റുന്ന രക്തം.
ആ രക്തം തളിക്കപ്പെട്ടാൽ മാത്രമേ ഹൃദയത്തിൽ ശുദ്ധി വരികയുള്ളൂ. നാം തന്നെ കഴുകി. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു ഹൃദയം നുറുങ്ങിയവർക്ക്. ഹൃദയം നുറുക്കി അനുതപിച്ച് കണ്ണുനീരിൽ കഴുകി ശുദ്ധി വരുത്തി അതിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം തളിക്കപ്പെട്ട അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കണ്ടുമുട്ടുവാൻ സാധിക്കും. ഇത് ആണ് ക്രൈസ്തവ ജീവിതം. ഈ വിശ്വാസത്തിൽ നമുക്ക് ജീവിതവുമായി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുകയുള്ളൂ. ഇനി ഈ ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ, യേശുക്രിസ്തുവിനെ കണ്ടെത്തിയാൽ യേശുവിനോടൊപ്പം ജീവിതം. നീ വാതിൽ തുറന്നാൽ നിൻ്റെ അകത്ത് വാതിലിനകത്ത് ഞാൻ കയറും, നിൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ കയറും, എന്നിട്ട് നിൻ്റെ കൂടെ വസിക്കും. യേശുക്രിസ്തു കൂടെ വസിക്കും. യേശുക്രിസ്തു കൂടെ വസിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. യേശുക്രിസ്തു കൂടെയുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. യേശുക്രിസ്തു കാണിച്ചു തന്ന വഴിയിൽ കൂടിയാണ് ജീവിക്കാൻ പറ്റുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ വഴി പിന്തുടരുന്നവരെന്നാണ് നാം. ആ മാർഗം പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് ക്രിസ്തീയ മാർഗം സ്വീകരിച്ച ആ മാർഗത്തിൽ വസിക്കുന്നവരാണ് നമ്മൾ. ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള ആ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമ്മിൽ നിന്ന് ഒരു ക്രിസ്തീയ ജീവിതം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ, യേശുക്രിസ്തു ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ തന്നെ ക്രിസ്തുവിൻ്റെ ഒരു മനോഹാരിത ഉണ്ടാകും. ഈ മനോഹാരിത 1-ാം നൂറ്റാണ്ടിലുള്ള ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നതായി അന്നത്തെ ഭരണാധികാരികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഭരണാധികാരികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അന്ന് ക്രിസ്ത്യാനിയുടെ മനോഹാരിതയും സൽസ്വഭാവവും കണ്ടിട്ടാണ് ക്രിസ്ത്യാനികൾക്ക് പദവികൾ അനുവദിച്ചു തന്നത്. എത്ര മനോഹരമായിരുന്നു ആ അന്നത്തെ ആ അനുഭവവും ജീവിതവും എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. 72 പദവികളാണ് ഒരു ക്രിസ്ത്യാനിക്ക് അന്നേ ദിവസം നമുക്ക് അനുഭവിച്ചു തന്നത്. എന്ന് ഒരു ക്രിസ്തീയ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കുക മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതനുസരിച്ച് തന്നെ ജീവിക്കണം. ഈ യേശുക്രിസ്തു അതാണ് നമുക്ക് തരുന്നത്. മറ്റുള്ളവരെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. ആരായിരുന്നു അദ്ദേഹം ആരുടെയൊക്കെ അടുത്തേക്കാണ് ചെയ്യുന്നത്? രോഗിയുടെ അടുത്തേക്ക്, സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ടവരുടെ അടുക്കലേക്ക്, പാർശ്വവൽക്കപ്പെട്ടവർ, നിത്യരോഗികളായിട്ടിരുന്നവർ, പാപി എന്ന് മുദ്രകുത്തപ്പെട്ട് കല്ലെറിയാൻ തീരുമാനിക്കപ്പെട്ടവൾ, വിധിക്കപ്പെട്ടവൾ, ഇങ്ങനെയുള്ള സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ആളുകൾ, അതായത് തൻ്റെ ദേശത്തു നിന്നും മാറ്റപ്പെട്ടവൾ, കനാനായക്കായ സ്ത്രീയൊക്കെ എങ്ങനെയാണല്ലോ, അങ്ങനെയുള്ള അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരോടാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? വഴിയരികിലിരുന്ന് കരഞ്ഞ കുരുടൻ്റെ അടുക്കിലേക്ക് യേശുക്രിസ്തു തുടരെ വിളിച്ചു കൃത്യമായി. അപ്പോഴാണ് യേശുക്രിസ്തു ചെന്നിട്ട് ചോദിക്കുന്നത്, മകനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശുക്രിസ്തു എളിയവനോട് കരുണ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുമ്പോൾ, എളിയവനെ സഹായിക്കുക, എളിയവനെ ആദരിക്കുക, അവൻ്റെ പ്രശ്നങ്ങൾ അറിയുക, മനസ്സിലാക്കുക, അവനോടൊപ്പം സഹവാസം നടത്താൻ പറ്റുന്ന ഒരവസ്ഥയിൽ നാം ചെന്ന് എത്തുക, ഈ അവസ്ഥയാണ് ക്രിസ്തീയ ജീവിതം. സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഈ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കുക. മദർ തെരേസ നമുക്ക് കാണിച്ചു തന്ന മാർഗം അതാണ്. അവർ കൽക്കട്ട പട്ടണത്തിൻ്റെ തെരുവിൽ നിന്നുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു, എനിക്ക് എൻ്റെ മക്കളെ പോറ്റുവാൻ എന്ത് ചെയ്തു തരാൻ പറ്റും
ഇത് സമൂഹത്തോട് ചോദിക്കുകയും ചെയ്തു. അവർ ഒരു ബിസിനസ്സുകാരൻ്റെ അടുക്കൽ ചെന്ന് കൈ നീട്ടിയപ്പോൾ അവരുടെ കൈകളിലേക്ക് തുപ്പിയെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പോലും പിന്മാറിയില്ല. അപ്പോൾ നാം ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അരിഷ്ടതകളും ബന്ധങ്ങളും ബന്ധനങ്ങളും പ്രതിസന്ധികളും ഭാരവും വന്നുപെടും. അതെല്ലാം സഹിച്ച് നാം ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടി ജീവിക്കാൻ മാത്രമല്ല, മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. ഈ സാമൂഹ്യ ജീവിതം നയിച്ച് മറ്റുള്ളവനെ അറിഞ്ഞ് അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവൻ്റെ ഭാരം മനസ്സിലാക്കി, അവൻ്റെ പ്രതിസന്ധികൾ മനസ്സിലാക്കി അവനോടൊപ്പം ജീവിക്കുവാനുള്ള അവസ്ഥയിൽ നാം ഓരോരുത്തരും ചെന്ന് എത്തണം. ഇത് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തുടങ്ങിയിടത്തേക്ക് വരികയാണ്. ഇത് സാധിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ കണ്ടുമുട്ടണം. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി യേശു ക്രിസ്തുവിൻ്റെ വചനം പഠിച്ച് ധ്യാനിച്ച് ക്രിസ്തീയത എന്തെന്ന് കണ്ടെത്തി അതനുസരിച്ച് ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ എന്തുമാത്രം അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. 1977 മരിച്ച ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ ഉണ്ടല്ലോ, എൽവിസ് പ്രസ്ലി. അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പാടിയ പാട്ട് ട്യൂൺ ചെയ്തു കൊടുത്ത ജോൺ ഫ്രീമാൻ എന്ന് പറയുന്ന പുരോഹിതൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ജോസഫ് മൂർ എന്ന് പറയുന്ന പുരോഹിതൻ ലാറ്റിൻ ഭാഷയിൽ എഴുതിയ സൈലൻറ്റ് നൈറ്റ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പാടിയ പാട്ട് എന്ന് റെക്കോർഡുള്ള പാട്ടാണത്. ആ പാട്ട് പാടി എഴുതി, ആ പാട്ടുപാടി അദ്ദേഹം അതിൽ നിന്ന് സമ്പാദിച്ച് വലിയ ധനികനായി അവസാനം ഒന്നുമില്ലാതായി തീർന്ന് ജീവിതം ഒരു വലിയ പ്രതിസന്ധിയിലായി രോഗക്കിടക്കയിലായി കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ഈ പാട്ട് ട്യൂൺ ചെയ്ത പുരോഹിതൻ കാണുവാൻ ചെല്ലുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തോട് ഈ എൽവിസ് പ്രസ്ലി ആ പുരോഹിതനോട് പറഞ്ഞ ഒരു വാക്ക് വളരെ വളരെ നമ്മുടെ ഹൃദയത്തെ തട്ടുന്ന വാക്കുകളാണ്. നിങ്ങൾ എനിക്ക് പാട്ട് തന്നു, ഞാൻ അതുകൊണ്ട് ധനികനായി. പക്ഷേ നിങ്ങൾ എനിക്ക് ക്രിസ്തുവിനെ തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ആകുകയില്ലായിരുന്നു. നമുക്ക് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ മാത്രം പോരാ, യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. ഫിലിപ്പോസ് അതാണ് ചെയ്തത്. ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി നേരെ പോയി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനാണ്, മനുഷ്യ സ്നേഹിയാണ്, ഈ സമൂഹത്തെ സ്നേഹിക്കുന്നു, സമൂഹത്തിന് വേണ്ടി ജീവിച്ച് തൻ്റെ ജീവിതം ബലിയർപ്പിച്ച ദൈവമാണ് എന്ന് ബോധ്യപ്പെടുത്തി അവരെ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ? അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടിയായിരിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥം തന്നെ എന്ന് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾ വായിച്ചാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിലും അതായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അതിൽ ജീവിച്ച് അത് പ്രവർത്തിച്ച് ആ മനോഹാരിത ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത് മറ്റുള്ളവരെ കൂടി ഈ യേശുക്രിസ്തു ആരെന്ന് പഠിപ്പിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം. അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം, കഴിയണം. അതാണ് ഇന്നത്തെ ഈ ധ്യാനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ഉള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം, നമ്മുടെ മുൻപിലുള്ള സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് അല്പസമയം കർത്തൃസന്നിധിയിൽ ധ്യാനത്തിനായി മുഴുകാം, സമയം കണ്ടെത്താം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം നീ ഞങ്ങൾക്ക് തന്നു. ദൈവമേ, എൻ്റെ ആരോഗ്യവും ആയുസ്സും
സമ്പത്തും ബുദ്ധിയും വിവേകവും ശക്തിയും എല്ലാം നിൻ്റെ കൃപയാൽ ലഭിച്ചതാണ്. ലഭിക്കപ്പെട്ടതല്ലാതെ എനിക്ക് ഒന്നും ഇല്ല. ദൈവമേ, ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടേണ്ടതാണ് എന്ന് ഞാൻ അറിയുന്നു. തിരുവചനം എന്നെ പഠിപ്പിക്കുന്നു. അതനുസരിച്ച് ജീവിക്കുവാൻ ദൈവമേ എനിക്ക് ശക്തി നൽകണമേ. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കണമേ എന്ന് ഞാൻ തിരുമുമ്പാകെ ഒരു യാചന സമർപ്പിക്കുന്നു. ദൈവമേ, വീണ്ടും ഞാൻ തിരുമുമ്പിലിരുന്നു കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ധ്യാനിക്കുന്നു. പരിശുദ്ധ സഭയെ നിൻ്റെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ ദുഷ്ട പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശ്വാസത്യാഗം സംഭവിക്കാതെ, വിശ്വാസ പരിത്യാഗത്തിലേക്ക് ജനങ്ങൾ മാറാതെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നല്ലവരായി ജീവിച്ച് ഈ സമൂഹത്തിന് മാതൃകയായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. നിൻ്റെ കൃപ ഞങ്ങൾക്കുണ്ടാകണമേ. ദൈവമേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഭയിലെ ഇടയന്മാരെ തൃപ്പാദത്തിങ്കിൽ സമർപ്പിക്കുന്നു. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാർ എല്ലാവരെയും തമ്പുരാനെ ഞങ്ങൾ നിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം തുറന്ന് ദൈവം ആരെന്നറിയുവാനും ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവത്തെ കണ്ടുമുട്ടുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നിൻ്റെ കൃപകൾ നൽകണമേ. ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥനകൾ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. കേട്ടുത്തരം നൽകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ തിരുവചനാഗ്നി ധ്യാനം നടത്താൻ ദൈവം നമ്മെ സഹായിച്ചു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. പ്രിയപ്പെട്ട വർക്കിസാറിലൂടെ ദൈവം തമ്പുരാൻ വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണമെന്നുള്ള നല്ല ഒരു ദൂത് നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പ്രിയ സാറ് AEO ആയി റിട്ടയർ ചെയ്ത് ഇപ്പോൾ ദൈവവേല ചെയ്യുകയാണ്. NJSSയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു. പൗരസ്ത്യ സുവിശേഷ സമാജം ബിബ്ലിക്കൽ അക്കാഡമിയുടെ പ്രിൻസിപ്പളായിട്ടൊക്കെ സേവനം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ ആയാൽ മാത്രമേ ക്രൈസ്തവ സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ അബ്രഹാമിൻ്റെ അതിശ്രേഷ്ഠമായ വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. വിപ്ലവകരമായ വിശ്വാസം എന്ന് പറയാം. ഒത്തിരി കാലം ദാഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ നോ പറയാതെ ദൈവഹിതത്തിന് സമർപ്പിച്ച് വലിയ വിശ്വാസത്തോടെ ദൈവം കരുതുമെന്നുള്ള വിശ്വാസത്തോടെ ബലിയർപ്പണത്തിന് പോയ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി അന്നു മുതൽ അറിയപ്പെടുകയാണ്. അതെ, വിശ്വാസികളുടെ പിതാവായി അദ്ദേഹം മാറ്റപ്പെട്ടു, ഉയർത്തപ്പെട്ടു. ദൈവമക്കളെ, വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. ഹല്ലേലൂയ. ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. പ്രിയ സാറിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെയും ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്.
അധികം ആർക്കും പേര് പറയാൻ ഇഷ്ടമില്ല. ആ കുടുംബത്തിൻ്റെ നല്ല ആവശ്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അളവില്ലാതെ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആ ദമ്പതികളുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാം ദൈവഹിതപ്രകാരം ജീവിക്കുവാനും വിശ്വാസത്തിൽ കത്തിജ്വലിച്ച് സാക്ഷ്യമുള്ള ജീവിതം നയിക്കാനും ദൈവമേ സഹായിക്കണമേ, കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, അടുത്ത ബുധനാഴ്ച നമുക്ക് കുടുംബ നവീകരണ ധ്യാനം ആരംഭിക്കുകയാണ്. ഇത് അവധിക്കാലമാണ്. ഈ സുവർണാവസരം നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. കുടുംബമായി വന്ന ധ്യാനത്തിൽ സംബന്ധിക്കാം. ഒറ്റയ്ക്ക് വരാം. എന്നാൽ കുടുംബമായി വന്ന് ധ്യാനം കൂടുമ്പോൾ അത് വലിയ ഗ്രേസായിരിക്കും. ഹല്ലേലൂയ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലഹരി പദാർത്ഥങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഒക്കെ അടിമപ്പെട്ട് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൂടെ ഒരുമിച്ച് വന്ന് ധ്യാനം കൂടുന്നത് അത് വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവം അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ച തോറുമുള്ള ധ്യാനങ്ങളിൽ നിങ്ങൾ വന്ന് സംബന്ധിക്കുന്നുണ്ട്. സാധിക്കുന്നവരെല്ലാം ഇനിയും കടന്നു വരണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ തിരുവചനാഗ്നി ധ്യാനം, ഞായറാഴ്ചത്തെ എവൻഗേലിയൻ സന്ദേശം, തിങ്കൾ ചൊവ്വ ദിവസങ്ങളുടെ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അഭിനന്ദ മാത്യൂസ് മാർ അഫ്രേം മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതല നിർവഹിച്ച് ഇതിലത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹകരമായി നടത്തപ്പെടുകയാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും സിസ്റ്റേഴ്സിനെയും പ്രേക്ഷിതരായിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകലവിശുദ്ധന്മാരുടെയും മാധ്യസ്ഥം തേടി എല്ലാ ശുശ്രൂഷകരെയും ഹല്ലേലൂയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.